എന്റെ പ്രിയപ്പെട്ട രാജൻ മാഷ്, കമാൻഡിംഗ് ഓഫീസർ എന്ന രാജൻ മാഷ്, അദ്ദേഹം എന്റെ കാൽപാദം സ്പർശിച്ചു. ഞാൻ അപകടം സംഭവിച്ചത് കരുതിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു തുള്ളി കണ്ണുനീർ എന്റെ കാൽപാദത്തിൽ സ്പർശിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീജ്വാല എന്ന് പറയുന്നത്. അങ്ങനെ ആ സ്പർശിച്ചപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട്, അപകടം സംഭവിച്ച് തലയുടെ ഒരു പകുതി പോയിട്ടും എന്റെ റൈറ്റ് സൈഡ് പേരൻസ് ആയിട്ടും എന്റെ കോമാ സ്റ്റേജിലായിട്ടും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ കരഞ്ഞു. അന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് രാഘവ മാഷോട് പറഞ്ഞു, മാഷേ ഇത് തെറ്റാണ്, എന്നെ പഠിപ്പിച്ച എന്റെ പ്രഥമാധ്യാപകനാണ് എന്റെ കാൽപാദം സ്പർശിക്കുന്നത്, അതുകൊണ്ട് മാഷി എടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ രാഘവ മാഷ് എന്നോട് പറഞ്ഞത് അത് തെറ്റല്ല, നീ കൊടുത്ത ഗുരുദക്ഷിണയുടെ ഗുരുവന്ദനമാണ് മാഷി നടത്തിയത്. അപ്പൊ അവിടെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ, ഇവർക്കൊക്കെ കൊടുക്കേണ്ടത്, നമ്മൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഏതെങ്കിലും ഉയരങ്ങളിൽ എത്തുമ്പോൾ മെഡൽ നേടിക്കൊണ്ട് ഈ TV ചാനലുകളിൽ രണ്ട് കൈ കൊണ്ട് തികർന്ന പതാക നെഞ്ചിലേക്ക് പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം കാണുമ്പോൾ എല്ലാവരും നിങ്ങളെ വീക്ഷിക്കും. ആ വീക്ഷിക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച നിങ്ങളുടെ അധ്യാപകന്മാർ, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന എല്ലാവരും, സപ്പോർട്ട് സ്റ്റാഫായ ആരായാലും ശരി, നിങ്ങളുടെ രക്ഷിതാക്കൾ എല്ലാവരും പറയും, എന്റെ മകളാണ് അല്ലെ എന്റെ മകനാണ് ഇന്ന് ഈ നിലയിലെത്തിയത്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഉള്ളിൽ നിന്നും ഒരു ആനന്ദ കണ്ണുനീർ വരും. ആ ആനന്ദ കണ്ണുനീരാണ് നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ ഗുരുദക്ഷിണ. അപ്പോൾ അത് പരിപാലിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നിങ്ങൾക്ക് സാധിക്കും. എങ്കിൽ മാത്രമേ ഞങ്ങൾ ലക്ഷ്യബോധം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യമാണ് ജീവിതത്തിലെ ഓരോ ഇടനാഴിയിലൂടെയും ഓരോ ആൾക്കാരെ വീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലേ? നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചിലപ്പോൾ റീൽസ് കാണുന്ന എത്ര പേരുണ്ട്? റീൽസ് കാണും. ടീച്ചറൊന്നും നോക്കട്ടെ, എനിക്കറിയാം എത്ര പേര് റീൽസ് കാണാൻ. നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയാ? ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയാ? മുന്നോട്ട് വരാൻ, ആദ്യം മുന്നോട്ട് വരാനുള്ള മടിയാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ആദ്യം അപ്പുറത്തെ വീട്ടിലാണ് പോകുക. എന്റെ വീട്ടിൽ കരണ്ട് പോയാൽ എന്റെ അമ്മ ആദ്യം പറയുന്നത് എന്റെ മോനോട് പറയും, ഇവിടെ അപ്പുറത്തെ വീട്ടിലെ തെച്ചുകൊടുത്തിയുടെ വീട്ടിൽ കരണ്ടോ നോക്കും. ലക്ഷ്മി എടുത്തിന്ന് തെച്ചുകൊടുത്തി നമ്മുടെ നാട്ടിൽ പറയും കരണ്ടോ നോക്കും. അവൻ പോയിട്ട് നോക്കും. അവൻ പറയും, അമ്മമ്മയെ കരണ്ടില്ല. അമ്മ പറയും, സമാധാനം, എല്ലാടിക്കും പോയല്ലോ. എന്താ രീതി അല്ലെ? അതേ രീതിയിലാണ് നമ്മളൊരു ഒരു ഏറ്റവും എടുത്ത് വേണ്ടത്, ഏറ്റവും ആദ്യം വേണ്ടത് സെൽഫ് കോൺഫിഡൻസ്. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് ഒരു അത്ലറ്റിക്സിലെ അല്ലെങ്കിൽ ഒരു പ്ലെയർക്ക് ആദ്യം വേണ്ടത്. നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ഒരു ഗ്രൗണ്ടിൽ മുന്നോട്ട് പോയാൽ, ടീം വർക്കായാലും ഇൻഡിവിജ്വലിന്റെ വർക്കായാലും ശരി, മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുമോ? ആ സെൽഫ് കോൺഫിഡൻസിൽ ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം എന്നത്, റീൽസ് കാണുന്നവർ എത്ര പേരുണ്ട്? ഒരാൾ ആത്മാർത്ഥതയോടുകൂടി സെൽഫ് കോൺഫിഡൻസോട് ഒരു കുട്ടി കൈമുക്കി. അതുകൊണ്ട് പരസ്പരം നിങ്ങളുടെ കണ്ണുകൾ, ഞാൻ പറയട്ടെ, നിങ്ങൾ 1000 പേര് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾ നോക്കി പറയാനുള്ള ഒരു ശക്തിയില്ല. കാരണം ഒരു സൈക്കോളജി പഠിച്ചൊരു വ്യക്തിയാണ്. കാരണം ഒരു വ്യക്തി ഒരു കമാൻഡോ എന്ന അവിടെ അതും സ്പെഷ്യൽ ഫോഴ്സിൽ വർക്ക് ചെയ്ത ഒരു കമാൻഡോന്റെ രീതിയിൽ ആദ്യം ഞങ്ങൾ പഠിക്കുന്നത് കണ്ണുകൾ നോക്കിക്കൊണ്ട് 1000 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു VIP അവിടെ നിൽക്കുകയാണെങ്കിൽ ആ VIP സംസാരിക്കുമ്പോൾ അതിന്റെ കൂടി പ്രേക്ഷകരായി നിൽക്കുന്ന 1000 പേരുടെ 1,00,000 പേരുണ്ടെങ്കിൽ 1,00,000 പേരുടെ ചലനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വ്യാപ്തി ഒരു കമാൻഡോയിലുണ്ട്. ഓക്കെ? അതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുന്നത്, അയ്യോ ഞാൻ ചെയ്യുന്നതൊന്നും ഇദ്ദേഹം കാണുന്നില്ല, ഞാൻ ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോൾ എന്റെ കണ്ണുകൾ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളിലാണ് നോക്കുന്നത്. ഓക്കെ? അപ്പോൾ നമുക്ക് ആ സെൽഫ് കോൺഫിഡൻസ് വേണം. ഏതൊരാളും ഏതൊരു വ്യക്തിയായിക്കോട്ടെ, അത് എത്ര വലിയ ആളായിക്കോട്ടെ, നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ശരിയാണോ തെറ്റാണോ അത് പിന്നീട് കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അല്ലേ? അഭിമാനത്തോടു കൂടി പറഞ്ഞു, ഞാനത് റീൽസ് കാണുന്നത് തെറ്റാണോ? റീൽസ് എന്തുകൊണ്ട് ഞാൻ അത് കാണുന്നു എന്ന് ആദ്യം തന്നെ കൈവക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. റീൽസ് കാണുന്നവർ എത്ര പേരുണ്ട്? കൈവക്കും. എല്ലാവരും കാണും, അതാണ് സത്യം. ഓക്കെ, ബിഗ് ക്ലാപ്പിംഗ്. അവിടെയാണ് നമ്മുടെ ധർമ്മമുള്ളത്, അവിടെയാണ് നമ്മുടെ വിജയമുള്ളത്. അപ്പൊ ആദ്യം, രണ്ടാമത് സഹനശക്തി വേണം.
സെൽഫ് കോൺഫിഡൻസ് വേണം, ഇല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മക്കളെ ഞങ്ങൾക്ക് ഉയരത്തിലെത്താൻ സാധിക്കൂ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യമാണ്. പിന്നെ ഇനി അടുത്തത് ഞാൻ തന്നെ ഇതേപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറായിട്ട് പോകും, ഇല്ലേ? ബോറടിക്കുന്നു പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഒരു കഴിവ്, ഈ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ പ്രയാണം ഒരു അത്ലറ്റിക്സ് ആണെങ്കിൽ അത്ലറ്റിക്സ് ലോകം കണ്ട ഏറ്റവും വലിയ അത്ലറ്റിക്സ് ആണ്. ആരാണ്? ഹുസൈൻ. വേറെ ലോകം കണ്ട ഏറ്റവും വലിയ അത്ലറ്റിക്സ് ഹുസൈൻ ബോൾട്ട്. മൈക്കൽ ജോൺസൺ ആണ് അമേരിക്കയുടെ 200 മീറ്റർ 400 മീറ്റർ റെക്കോർഡ് നേടിയ മൈക്കൽ ജോൺസൺ. അദ്ദേഹം 23-ാമത്തെ വയസ്സിൽ റിട്ടയർഡായ ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് റണ്ണിങ് കണ്ടിട്ടുണ്ടോ? മൈക്കൽ ജോൺസന്റെ ചെസ്റ്റ് മുന്നോട്ട് വെച്ച് കൈ ഇങ്ങനെ ചെസ്റ്റിനോട് തൊട്ടടുപ്പിച്ചിട്ടാണ് സ്ഥിതി ചെയ്യുക. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് 23-ാമത്തെ വയസ്സിൽ അത്ലറ്റിക്സ് നിർത്തിയെന്ന് പറയും? അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡോക്ടർ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഈ റണ്ണിങ്, ഈ പൊസിഷൻ, ഈ പവർ ഒരു കുതിരശക്തിയോളം അപ്പുറമായി ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഹാർട്ടിന് കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഒന്നുകിൽ അത്ലറ്റിക്സ് നിർത്തുക, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഗ്രൗണ്ടിലേക്ക് വീരമുത്തി വരിക. അത് ഏത് ഡിസിഷനാണ് വേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഗ്രൗണ്ടിൽ വീരമുത്തി വരിച്ചു കഴിഞ്ഞാൽ ആ വീരമുത്തി എന്നെ കുറിച്ച ആൾക്കാർ അത് മാത്രമേ പറയൂ. പക്ഷേ ഞാൻ അത്ലറ്റിക്സ് നിർത്തി കഴിഞ്ഞാൽ ലക്ഷം പ്ലേയേഴ്സിനെ എനിക്ക് സൃഷ്ടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അത്ലറ്റിക്സ് നിർത്തിക്കൊണ്ട് ഒരു കോച്ച് ആവാനാണ് എന്നെ. അതാണ് ഏറ്റവും വലിയ നമ്മളൊക്കെ പറഞ്ഞു, അല്ലേ? ഈ കാലൂണി ഓടുന്ന സമയത്ത്, അല്ലേ, 100 മീറ്റർ 9.86 ഓടി കാലൂണി രാജാവായിരുന്നു. 100 മീറ്റർ 200 മീറ്റർ ലോങ് ജമ്പ്, അതേപോലെ 100 മീറ്റർ റിലേ, ഇതിനൊന്നും കാലൂസ് 8 മെഡലുകളാണ് ഒളിമ്പിക്സിന്. കാലൂസിനെ തകർന്നാൽ ആരുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രഭാവം ഉദിച്ചുയർന്നു മൈക്കൽ ബെൻ ജോൺസൺ, കാനഡയുടെ മൈക്കൽ ബെൻ ജോൺസൺ 9.82 സെക്കൻഡിൽ ഓടി ലോകം വാഴ്ത്തി. പക്ഷേ ലോകം പറഞ്ഞത് ഒരാൾക്കും ജീവിതത്തിൽ ഓടാൻ പറ്റാത്ത സാധ്യമാണ് അദ്ദേഹം നടത്തിയത്, മൈക്കൽ ബെൻ ജോൺസൺ നടത്തിയത്. പക്ഷേ ലോകത്ത് ഇങ്ങനെയൊരു ശക്തി ഓടാൻ വേണ്ടി സാധിക്കുമെന്ന് ചിന്തിച്ചു. അദ്ദേഹത്തിനെ പരിശോധിക്കണം. അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ ടോപ്പ് ടെസ്റ്റിൽ തുടങ്ങി അദ്ദേഹം ഡ്രഗ്സ് യൂസ് ചെയ്തു. പിന്നീട് കാലൂണി അഭിമാനത്തോടുകൂടി അവിടെ വീണ്ടും ലോകം വാഴ്ത്തി. ഏറ്റവും ഉയർന്ന രാജാവ് കാലൂണീസാണ്. പക്ഷേ അവിടെ ജമൈക്കയുടെ ഒരു പുതിയ താരം തിരിച്ചു വരും, ഹുസൈൻ ബോൾട്ട്. ലോകത്ത് എല്ലാവരും നിശ്ചയിച്ച 89.8 മീറ്റർ 8 സെക്കൻഡിന് അത്ലറ്റിക്സ് 100 മീറ്റർ ഓടാൻ സാധിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഹുസൈൻ ബോൾട്ട് കുറിച്ചു 9.56, അല്ലേ? 9.56 കുറിച്ചു ഹുസൈൻ ബോൾട്ട്. ലോകമൊന്നടക്കം വാഴ്ത്തി. ഇനിയും ആ റെക്കോർഡിൽ തകർക്കപ്പെടുന്നു. ഏതെങ്കിലും ഒരു പുതിയ താരം ഉദിച്ചിരിക്കും. അതാണ് ലക്ഷ്യങ്ങൾ താണ്ടിയുള്ള പ്രയാണത്തിൽ നമ്മുടെ ഏറ്റവും വലുത് ലക്ഷ്യമാണ്. നമ്മുടെ ചരിത്രത്തിൽ പഠിച്ചിരിക്കുന്നത് ലക്ഷ്യമാണ് പ്രധാനം, മാർഗം ഒരു തടസ്സമല്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയാണത്തിന് കഴിയുക. നിങ്ങളൊക്കെ ക്രിക്കറ്റ് കാണാറില്ലേ? ക്രിക്കറ്റിൽ ഏറ്റവും വലിയ ടോപ്പ് സ്കോർ എന്നത് 250 അടിച്ചു കഴിഞ്ഞാൽ പണ്ടുള്ള കാലത്ത് സുനിൽ ഗവാസ്കർ, ശ്രീകാന്ത്, ഈ അലൻ ബോർഡർ, ഇവരൊക്കെ, അല്ലെ, ഡേവിഡ് ബ്രൂക്ക്, ഇവരൊക്കെ കളിക്കുന്ന സമയത്ത് ക്രിക്കറ്റിൽ 250 അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടോപ്പ് സ്കോറാണ്. ആ ടീം ജയിച്ചു, അല്ലേ? ആ ടീം ജയിച്ചു. പക്ഷെ അത്ഭുതപ്പെടുത്തി, ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു വ്യക്തി, നമ്മുടെ ലിറ്റിൽ മാസ്റ്റർ, എന്നേക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് പ്ലെയറായിട്ടുള്ള നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ 200 അടിച്ചുകൊണ്ട് ഇന്ത്യയിൽ വെച്ചിട്ടാണ് അടിച്ചത്, അല്ലെ? ഈ ഇൻഡോറിൽ വെച്ച്
ഇൻഡോറിൽ 200 മീറ്റർ അവർ സ്കോർ ചെയ്തു. ലോകം ഞെട്ടി. 200 മീറ്റർ ആണ്. നമ്മളൊക്കെ ആഗ്രഹിച്ച 250 ഏറ്റവും മികച്ച ടോട്ടലാണെന്ന് കണ്ടപ്പോ ഈ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രോഹിത് ശർമ്മ 264 അടിച്ചു അല്ലെ. 264 ഒരു വ്യക്തി സ്കോർ ചെയ്തു. ആ റെക്കോർഡ് നമ്മുടെ ഏറ്റവും പുതിയ ഒരു ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, നിങ്ങളെപ്പോലെ നിങ്ങൾ അത്രയും വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ലോകത്തിന് മുന്നേ ഇന്ത്യക്ക് വേണ്ടി ഡേറ്റ അല്ലെ. സൂര്യവംശി അല്ലെ. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ റെക്കോർഡുകൾ തകർക്കപ്പെടാം. അപ്പോ റെക്കോർഡുകളൊന്നും സ്ഥിരതയുള്ളതല്ല. നമ്മൾ കാണുന്ന ടെക്നോളജികളൊന്നും സ്ഥിരതയുള്ളതല്ല. കാരണം ഇത് അവസാനിച്ചിട്ടില്ല, ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിനേക്കാൾ വലിയ ടെക്നോളജികളും അതിനേക്കാൾ വലിയ റെക്കോർഡുകൾ തകർക്കുന്ന യുവമിഥുനങ്ങളും നമ്മുടെ രാജ്യത്ത് പിറവിയെടുക്കും, അല്ലെങ്കിൽ ലോകത്തിന് പിറവിയെടുക്കും. അതാണ് സത്യം. ആ റെക്കോർഡുകൾ തേടിയിട്ടുള്ള സ്വപ്നമായിരിക്കണം നിങ്ങൾ മുന്നിലുള്ള. ആ ലക്ഷ്യത്തിന് വേണ്ടി ഇതേപോലെ കളിഞ്ഞി തമാശകൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ പതിപ്പിച്ച ആ ലക്ഷ്യത്തിന് വേണ്ടി ആ പ്രയാണം നിങ്ങൾ തുടരുകയാണെങ്കിൽ ഓരോ വാക്കുകളിലും ഓരോ പ്രവൃത്തികളിലും ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചറിവായി ആ തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നത്. ഓക്കെ, അധികം ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇനി എന്നെ വിളിച്ചിരിക്കുന്നത് യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെ. യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുകയാണ് എന്നെ വിളിച്ചത്.